നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സാൻഡോസിനായിട്ട് നെയ്മർ ഇനി കളിക്കുമോ? ഇതൊക്കെയാണ് ഇപ്പോൾ ബ്രസീലിൽ വലിയ സംസാരം. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ കൊപ്പ സുഡാമേരിക്കാനയിൽ സാൻ ലൊറൻസോക്കെതിരെ സാൻഡോസ് സമനിലയിൽ പിരിഞ്ഞല്ലോ. ആ കളിയിൽ ഗാബി ഗോളും അസിസ്റ്റും ഒക്കെ ആയിട്ട് മികച്ച പ്രകടനം നടത്തി. പരിക്കുള്ള നെയ്മർ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. നെയ്മർ വേൾഡ് കപ്പിനായിട്ട് ഇനി സജ്ജനാവും. ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ക്യാമ്പിൽ 27-ാം തീയതി ജോയിൻ ചെയ്യും എന്നൊക്കെയാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ. ഈ ഘട്ടത്തിൽ ഈ 27-ാം തീയതിക്ക് മുമ്പ് സാൻഡോസിന് കളികളുണ്ട്. ഒരു കളി ഗ്രമിയോക്കെതിരെ മെയ് 23-നും, രണ്ടാമത്തെ കളി ഈ ഗ്രമിയോക്കെതിരെയുള്ള കളി ബ്രസീലിയറോ സിരിയയാണ്. അത് കഴിഞ്ഞിട്ട് 26-ാം തീയതി കൊപ്പ സുഡാമേരിക്കാനയിൽ കുയങ്കക്കെതിരെ കളിയുണ്ട്. അപ്പോൾ ആ കളികൾ നെയ്മർ കളിക്കുമെന്നാണ് ചോദ്യം. അപ്പോൾ ഈ ചോദ്യം അവരുടെ കോച്ചിനോട് തന്നെ ചോദിക്കുന്നു. അതായത് സാൻഡോസിൻ്റെ കോച്ച് കൂക്കയോട് തന്നെ ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് നമ്മൾ പരിശോധിക്കുന്നത്. അദ്ദേഹം പറയുന്നു, സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, ഈ വിഷയം സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം നെയ്മറുമായി ബന്ധപ്പെട്ട് എന്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. നെയ്മറുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് പറഞ്ഞാലും കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും നെയ്മറെക്കുറിച്ച് പറയുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നതെന്നുള്ള ഇൻറ്റേർണലി പരിശോധിക്കാനാണ്. ക്ലിനിക്കലി കാര്യങ്ങൾ നോക്കുക, അല്ലാതെ ഇങ്ങനെ ഓരോന്ന് പറയാൻ ഞാനില്ല. ഇപ്പോൾ ട്യൂസ്ഡേയിലെ മത്സരത്തിന് എനിക്ക് നെയ്മറെ ഉപയോഗപ്പെടുത്തണമെങ്കിൽ തീർച്ചയായിട്ടും നെയ്മർ അവൈലബിൾ ആയിരിക്കും. അത് ഞാനാണ് തീരുമാനിക്കേണ്ടത്. കാരണം നെയ്മറിൻ്റെ പരിക്ക് അത്ര വിഷയമല്ല, ഒരു മൈനർ ഇഞ്ചുറിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല എന്നാണിപ്പോൾ കോച്ച് കൂക്ക പറയുന്നത്. തീർച്ചയായിട്ടും അതങ്ങനെയാണ്. നെയ്മറുമായി ബന്ധപ്പെട്ട് എന്ത് റിപ്പോർട്ട് ഇട്ടാലും ഇപ്പോൾ നമുക്ക് കാണാമല്ലോ, നമ്മുടെ കമൻറ്റ് ബോക്സിലടക്കം കുറേ ആളുകൾക്ക് ഹാലിളകും. അപ്പോൾ കോച്ചിന് എത്രത്തോളം ഒരു പ്രഷർ ഉണ്ടാകും എന്നുള്ളതാണ്. അതാ കോച്ച് പറഞ്ഞത്, നെയ്മറെ പറ്റി എന്ത് പറഞ്ഞാലും കോംപ്ലിക്കേറ്റഡ് ആവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും പറയാനില്ല. പരിക്ക് മൈനർ ഇഷ്യൂ മാത്രമാണ്, മേജർ പരിക്കൊന്നുമില്ല. അദ്ദേഹം വരും ദിവസങ്ങളിൽ ഓക്കെ ആവും എന്ന സൂചനയാണ് കോച്ച് കൂക്ക നൽകുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, വരുന്ന മത്സരങ്ങൾ, ഈ പറഞ്ഞ 2 മത്സരങ്ങൾ, ഗ്രമിയോക്കെതിരെയുള്ള കളിയും ഡിപ്പോർട്ടിവോ കുയങ്കക്കെതിരെയുള്ള മത്സരവും നെയ്മർ ജൂനിയർ കളിക്കില്ല എന്നാണ്. പിന്നീട് അദ്ദേഹം ദേശീയ ടീമിനോടൊപ്പം ചേരും. 1-ാം തീയതി മത്സരമുണ്ട്. 31-ാം തീയതി നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂൺ 1-ന് ബ്രസീലിന് പനാമയ്ക്കെതിരെ ഫ്രണ്ട്ലി മത്സരമുണ്ട്. ആ കളി നെയ്മർ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ചില ബ്രസീലിയൻ സോഴ്സുകൾ നൽകുന്ന വിവരം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.